ഹായ്, എൻ്റെ പേര് ആൽഫ്രഡ് ജൻസൺ. ഞാൻ പാലാ ബ്രില്യൻറ്റിലെ ഫൗണ്ടേഷൻ കോഴ്സിന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ സ്കൂളിലും 8ാം ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത്. ഞാൻ ബ്രില്യൻറ്റിൽ ചേർന്നത് 7ാം ക്ലാസ്സിലാണ്. അന്ന് മുതൽ എൻ്റെ പഠനത്തിലും ആറ്റിറ്റ്യൂഡിലും വന്ന മാറ്റങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ബ്രില്യൻറ്റിലെ ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടോപ്പിക്കിനേക്കാൾ കൂടുതൽ അഡ്വാൻസ് ആണ്. നമ്മളെ അടുത്തുള്ള 10ാം ക്ലാസ്സിലൊക്കെ നമ്മളെ വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഇങ്ങനത്തെ അഡ്വാൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. പിന്നെ ബ്രില്യൻറ്റിലെ ക്ലാസ്സുകൾ എടുക്കുന്നത് എഞ്ചിനീയറിംഗ് മെഡിക്കൽ ബാച്ചുകളിൽ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് തന്നെയാണ് ബ്രില്യൻറ്റിലും നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അവർ നല്ല എലാബറേറ്റ് ആയിട്ടും നമ്മൾ സിമ്പിളായിട്ടും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. കൂടാതെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ വിളിക്കുവാനായി അവരുടെ നമ്പറുകളും നമുക്ക് ബ്രില്യൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ബ്രില്യൻറ്റുമായി സംബന്ധിച്ച കാര്യങ്ങൾ ചോദിച്ചറിയുവാൻ വേണ്ടി ബ്രില്യൻറ്റ് നമുക്ക് ഓരോ ക്ലാസ് ടീച്ചേഴ്സിനെ നിയോഗിക്കുന്നുണ്ട്. നമ്മുടെ പഠന സംബന്ധമായ ഇഷ്യൂസിനെ എല്ലാം അവരോട് പറഞ്ഞാൽ മതിയാകും. അവർ അതെല്ലാം അതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അവരത് റെസ്പെക്റ്റീവ് ടീച്ചേഴ്സിനെ അറിയിച്ചുകൊള്ളും. പിന്നെ ബ്രില്യൻറ്റിലെ എക്സാമിനേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻട്രൻസ് ലെവൽ എക്സാമിനേഷൻസിൻ്റെ ഒരു ട്രെയിനിങ് കൂടിയാണ് ബ്രില്യൻറ്റ് ചെയ്യുന്നത്. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ നിന്നൊക്കെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ മോഡൽ എക്സാമുകൾ നടത്തുന്നുണ്ട്. മോഡൽ എക്സാം ഓരോ 3-4 ടോപ്പിക് കഴിയുമ്പോൾ ബ്രില്യൻറ്റ് മോഡൽ എക്സാം നടത്തുന്നുണ്ട്. അതിൻ്റെ റാങ്ക് ഹോൾഡേഴ്സിനൊക്കെ ക്യാഷ് പ്രൈസ് ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഓരോ മോഡൽ എക്സാം കഴിയുമ്പോഴും ഡയറക്ടേഴ്സ് മീറ്റ് ഉണ്ട്. ആ മീറ്റിങ്ങിൽ ഓരോ സെൻറ്ററിൻ്റെയും റെസ്പെക്റ്റീവ് ഡയറക്ടേഴ്സ് റാങ്ക് ഹോൾഡേഴ്സിനെ അനുമോദിക്കുകയും അവർക്ക് റാങ്ക് കുറയുകയാണെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയും ഇനിയും കൂടുതൽ നന്നായി പെർഫോം ചെയ്യുവാൻ നമ്മളെ എൻകറേജ് ചെയ്യുകയും ചെയ്യുന്നതാണ്. പിന്നെ ഇത് മാത്രമല്ല, NTSC, IGS പോലുള്ള ഒളിമ്പിയാഡ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് കൂടി ബ്രില്യൻറ്റ് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള മോഡൽ എക്സാം കൂടി ബ്രില്യൻറ്റ് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് നടത്തുന്നുമുണ്ട്. പിന്നെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ബ്രില്യൻറ്റിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഏത് കോഴ്സിനും ചേരണമെന്നൊരു ഡൗട്ട് ഉണ്ടാവില്ല. ഒരു മെഡിക്കൽ ഫീൽഡാണെങ്കിലും എഞ്ചിനീയറിംഗ് ഫീൽഡാണെങ്കിലും അതിനും കൂടി ഒരു ട്രെയിനിങ് തന്നെയാണ് ബ്രില്യൻറ്റ് നമുക്ക് നൽകുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് IIT പഠിച്ച് ഒരു എഞ്ചിനീയർ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം എന്നിൽ വളർത്തിയെടുത്തതും ബ്രില്യൻറ്റ് തന്നെയാണ്. ഇങ്ങനെ തന്നെ ഓരോ സ്റ്റുഡൻറ്റിൻ്റെ കാര്യത്തിലും ഒരു അംബിഷൻ വളർത്തിയെടുക്കാനും അതിനെ പ്രിപ്പയർ ചെയ്യാനും ബ്രില്യൻറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ബ്രില്യൻറ്റിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്കൂളിലാതെ ടോപ്പിക്കിന് കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു കാര്യമേ ഇല്ല. ടീച്ചേഴ്സ് പറയുന്നത് വളരെയധികം നമുക്ക് മനസ്സിലാവുകയും എല്ലാ ടോപ്പിക്കും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുകയും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനേക്കാളും കൂടുതൽ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് വളരെ നല്ലൊരു വളരെ പോർഷൻസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് തരികയാണ് ബ്രില്യൻറ്റ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ പരീക്ഷാപ്പേടി മാറി, എൻ്റെ ടെൻഷനൊക്കെ മാറി. ഇങ്ങനത്തെ എക്സാംസുകളൊക്കെ ഞാൻ എഴുതി. അതുകൊണ്ട് എനിക്കിപ്പോൾ പരീക്ഷ ഒരു പേടിയില്ല. പിന്നെ എൻ്റെ സ്കൂളിലെ ടോപ്പിക്സൊക്കെ എനിക്ക് വളരെ ഈസിയാണ്. പ്രോബ്ലംസൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുമുണ്ട്. ഇങ്ങനെയുള്ളൊരു അവസരം എനിക്ക് ഒരിക്കൽ തരുന്ന ബ്രില്യൻറ്റിൻ്റെ ഡയറക്ടേഴ്സിനും ടീച്ചേഴ്സിനും മറ്റെല്ലാ സ്റ്റാഫിനും നന്ദി അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. താങ്ക് യു.